സത്യപ്രതിജ്ഞ ഒരു ഉത്സവമായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ചിലതൊക്കെ പ്രതികരിക്കാനുണ്ട്. കാരണം 10 വർഷം നിശബ്ദത പാലിക്കേണ്ടി വന്ന പിണറായി ഭരണത്തിൽ അടിച്ചമർത്തപ്പെട്ട കുറച്ച് ആളുകൾ, അവർക്കൊക്കെ ചിലതൊക്കെ ഈ സമയത്ത് പറയാനുണ്ട്. കാരണം ഇന്ന് അവരുടെ ദിവസമാണ്. അതുകൊണ്ട് അവർക്ക് പറയാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തു തോന്നുന്നു? ഒരുപാട് സന്തോഷമാണ് എന്നറിയാം. എങ്കിൽ തന്നെയും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. വിജയം അത്ര കണ്ട് ആഘോഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായി. കാരണം ഈ ചില പ്രതിസന്ധികൾ, പാർട്ടിയിൽ തന്നെ ഉണ്ടായ ചില പ്രതിസന്ധികളൊക്കെ കാരണം. പക്ഷേ അതിനെല്ലാം വകഞ്ഞു മാറ്റി ഒരു ടീം UDF ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ്. എന്താണ് പ്രതികരിക്കാനുള്ളത്? ഒരു 10 വർഷത്തെ മൗനം പാലിക്കലിനെ കുറിച്ചും കൂടി ഒന്ന് പറയണം. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങള് എല്ലാം. 10 വർഷം കൊണ്ട് ഈ ഭരണത്തിന്റെ പിണറായി സർക്കാരിന്റെ ദുർഭരണം നിമിത്തം പൊറുതിമുട്ടിയ അവസ്ഥയിൽ ടീം UDF ആയിട്ട് ബഹുമാന്യനായ നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കേരളത്തിലെ ഒന്നടങ്കം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഭരണത്തെ കാണുന്നത്. അതുകൊണ്ട് ഈ ഭരണ നേതൃത്വം വഹിക്കുന്ന മന്ത്രിമാരായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നതും വളരെ ഉത്തരവാദിത്തപ്പെട്ടവരും പാർട്ടിക്ക് വേണ്ടിയും ജനത്തിന് വേണ്ടിയും വളരെ ശക്തമായ നേതൃത്വം കൊടുത്തവരാണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമായ ഒരു ഭരണം കാഴ്ചവെക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഈ ഭരണകർത്താക്കളും അത് വളരെ ശ്രദ്ധയോടുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കണം. കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ ജനത്തിന് നേരിട്ട ബുദ്ധിമുട്ടുകൾ മുഴുവൻ ഒഴിവാക്കുവാൻ, അവർക്ക് അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് ബഹുമാന്യനായ VD സതീശൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെ സന്തോഷമാണ്. ഞങ്ങൾ എലന്തൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എലന്തൂർ UDFന്റെ ചെയർമാനാണ്, എലന്തൂർ പഞ്ചായത്തിന് മുൻ വൈസ് പ്രസിഡന്റാണ്, അതുപോലെ തന്നെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ ഭാരവാഹികളെ, ബ്ലോക്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് ഞങ്ങൾ. വളരെ സന്തോഷമാണ്. എലന്തൂരിന്റെ എല്ലാവിധ ആശംസയും പുതിയ ഗവൺമെന്റിന്, പുതിയ മുഖ്യമന്ത്രിക്ക്, അതുപോലെ തന്നെ പുതിയ എല്ലാ മന്ത്രിമാർക്കും, UDF ടീമിന്, അതായത് UDF ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരു രീതിയിലുള്ളതായ മറ്റ് ചർച്ചകളും ഇല്ലാതെ എല്ലാം വളരെ നല്ല രീതിയിൽ പര്യവസാനിപ്പിച്ച ടീം UDFന് എലന്തൂരിന്റെ എല്ലാവിധ ആശംസകളും പത്തനംതിട്ടയുടെ ആശംസയും ഞാൻ ഈ സമയത്ത് അറിയിക്കും. ഇത് ഇപ്പോ ഈ VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നു, പേര് ഉയർന്നു വന്ന സമയത്തൊക്കെ ഒരു പഴിയായിട്ട് അദ്ദേഹത്തിന് നേരെ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ഭരണപരിചയമില്ല. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിലും ഒരു ഭരണപരമായ ഒരു പരിചയം അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മുഖ്യമന്ത്രി കസേര കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ ഒരു ഭരണപരിചയ കുറവ് ഇപ്പൊ ഒരു അധികാര കസേര കിട്ടിയില്ല എന്ന് കരുതി VD സതീശൻ ഒരു ഭരണപരിചയം ഇല്ല എന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം നമുക്കറിയാം, VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് നിയമസഭയിലേക്ക് വന്ന ഒരാളല്ല. മുൻ MLA ആയിട്ട് പ്രവർത്തിച്ച് പരവൂരില് വളരെ ശക്തമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് A to Z എല്ലാ കാര്യം അറിയും. ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും ജനങ്ങൾക്ക് സന്തോഷം തോന്നുന്നത് വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരു വ്യക്തിയാണ് VD സതീശൻ. അതുകൊണ്ടാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അവിടെ യാതൊരു വർഗീയതയ്ക്കും പ്രസക്തി കൊടുക്കാതെ മുഴുവൻ പേരും, വർഗീയ ശക്തികൾ പലപ്പോഴും അദ്ദേഹത്തെ ശക്തമായിട്ട് അദ്ദേഹത്തിനെതിരെ അമ്പുകൾ പ്രയോഗിച്ചപ്പോൾ പോലും അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ജനം അദ്ദേഹത്തിന്റെ പിന്നിൽ നടന്നത് ശക്തമായ ഭരണം കാഴ്ചവെക്കുവാൻ എനിക്ക് ആശംസിക്കുന്നു. ഇപ്പൊ ഈ വർഗീയതയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുന്നതാണ്. അതായത് VD സതീശൻ ഇനിയിപ്പോൾ ലീഗ് പറയുന്നത് അനുസരിച്ച് VD സതീശന് നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു വിവാദപരമായ ചില പരാമർശങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പരാമർശത്തിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ അടിമപ്പെട്ടു പോകുന്ന ഒരാളാണോ? ഒരിക്കലുമില്ല. നമ്മൾ മുസ്ലിം ലീഗിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? UDFന്റെ ആരംഭകാലം മുതൽ തന്നെ മുസ്ലിം ലീഗ് എന്നും UDFനോടൊപ്പം, UDFന്റെ ഏത് പ്രതിസന്ധിയിലും, അതായത് വളരെ സീറ്റ് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ സമയത്ത് 10-40 സീറ്റ് കൂടുതലില്ലായിരുന്നു. ആ സമയത്തും ലീഗ് എന്ന് പറയുന്ന പാർട്ടി UDFനോടൊപ്പം ശക്തമായിട്ട് നിന്ന പാർട്ടിയാണ്. ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാകത്തില്ല. നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ് അത് വലിപ്പപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ VD സതീശന്റെ നേതൃത്വത്തിലുള്ളതായ ഈ ഗവൺമെന്റ്, അതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുവിധമായ ഇടപെടലുകളും പരിധിക്കപ്പുറത്തുണ്ടാകുകയില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ പൂർണ്ണ വിശ്വാസം. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങില് പിണറായി വിജയനും MP ഗോവിന്ദനും ആ വേദിയിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായിട്ടിരുന്ന ആളാണ്, മുൻ മുഖ്യമന്ത്രിയാണ്. അന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവ്. ഇന്ന് VD സതീശൻ മുഖ്യമന്ത്രി, തൊട്ടപ്പുറത്ത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ്. എങ്ങനെയായിരുന്നു പിണറായിയുടെ ആ വേദിയിലേക്കുള്ള വരവിനെ നിങ്ങളൊക്കെ ഒന്ന് കണ്ടത്?
അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സന്തോഷം തോന്നി. കാരണം കഴിഞ്ഞ 10 വർഷവും ഈ മുഖ്യമന്ത്രി നമുക്കറിയാമല്ലോ, അവസാന നിമിഷം ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ അദ്ദേഹം വന്ന് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച ഒരു പ്രവർത്തകൻ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു വീട്ടിൽ പോയി ചോദ്യം പറഞ്ഞ ഒരു മുഖ്യമന്ത്രി എത്ര ലജ്ജാകരമായി പോയെന്നറിയാം. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞിട്ട് എനിക്കും അത് വലിയ സന്തോഷമായിട്ടാണ് തോന്നുന്നത്. രണ്ടുപേരും ഒരുമിച്ച് ആ സ്റ്റേജിൽ ഇരിക്കുന്നത്. പിണറായി വിജയൻ കാണിച്ച തെറ്റുകളെ മാറ്റിക്കൊണ്ട് VD സതീശന്റെ നേതൃത്വത്തിൽ അത് പിണറായി വിജയനെയും ഈ കഴിഞ്ഞ സഖാക്കന്മാരെ അത് ബോധ്യപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കണം. ആ ഒരു നിമിഷത്തെ ഞാൻ സന്തോഷത്തോടെ കാണുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രതിപക്ഷം ഭരണപക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം. അത് വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കമ്മ്യൂണിസം ഇതോടുകൂടി ഇവിടെ അങ്ങ് കഴിഞ്ഞു എന്നാണ് പൊതുവെ ഇപ്പം ഈ പിണറായി വിജയന്റെ തോൽവിയോടെ പറയുന്നത്. അങ്ങനെ കമ്മ്യൂണിസം അങ്ങ് കഴിഞ്ഞു പോകണം എന്നൊരു നിലപാട് അങ്ങേക്കുണ്ടോ? UDF-കാരനായ അങ്ങേക്കുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉണ്ടാകണം. ഈ കേരള സംസ്ഥാനം നിലനിന്ന സമയത്ത് നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു, നല്ല ഭരണം കാഴ്ചവെച്ചവരുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാകണം, പക്ഷെ വർഗീയ രാഷ്ട്രീയ പാർട്ടികളെ കൊള്ളത്തില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും പക്ഷെ പശ്ചിമബംഗാളിന്റെ അവസ്ഥകളോ ഒന്നും കേരളത്തിൽ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ധിക്കാരപരമായിട്ടുള്ളതായ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകാൻ പാടില്ല. അതാണ് സത്യത്തിൽ ഇടതുപക്ഷത്തിന് സംഭവിച്ച അപജയം. അത് ഒരിക്കലും അങ്ങനെ വന്നാൽ ഒരു പക്ഷെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റും, പശ്ചിമബംഗാളിലെ സ്ഥിതി തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് എന്റെ ഒരു. അവസാനമായി ചോദിക്കാനുള്ളത്, പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലും പിണറായി വിജയനാണ്. അവർ തെറ്റിതിരുത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് കസേര പിണറായി പിടിച്ചപ്പോൾ പാർട്ടിയിലുള്ളവർ പോലും പറയുന്നത്. വീണ്ടും ആ ഒരു ഏകാധിപത്യം പാർട്ടിയിലും നിയമസഭയിലും പ്രതിപക്ഷ നേതാവിന്റെ രൂപത്തിൽ കാണുകയാണോ? അല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാർട്ടി തകർന്നു, മൊത്തം പോയി. ഞാൻ ആദ്യം പറഞ്ഞ ഒറ്റ കാര്യത്തിലേക്ക് പോകുന്നു. മറിച്ച് നമുക്കറിയാം, ഇപ്പൊ പോളിറ്റ് ബ്യൂറോയിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്ത നേതാക്കന്മാരുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ പിണറായിയെ വിട്ട് അവർക്ക് ആർക്കും പോളിറ്റ് ബ്യൂറോയ്ക്ക് പോലും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അതെന്ത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്ന അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അന്ന് എടുത്തതായ നിലപാടുകളെ സ്ട്രോങ് ആയി എടുത്തിട്ട് തെറ്റുകളെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കണം. അതിന് യാതൊരു സംശയം. പിണറായി സർക്കാരിനുണ്ടായ തെറ്റുകൾ, കുറ്റങ്ങൾ ജനങ്ങൾ അവരെ വലിച്ചെറിഞ്ഞത് ആ ഒരു ഏകാധിപത്യം കൊണ്ടാണ്. അപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ടായിരിക്കണം VD സതീശന്റെ പ്രവർത്തനങ്ങൾ. പിഴവുകൾ സംഭവിച്ചാൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകും. കാരണം ജനങ്ങളാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്നുള്ള ആ കസേര കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ പ്രവർത്തകർ, നേതാക്കൾ എല്ലാവരും ഉറപ്പ് കൊടുക്കുകയാണോ പിണറായി വിജയന് പറ്റിയ തെറ്റുകൾ VD സതീശന് പറ്റില്ല എന്ന്? തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ എല്ലാം മനസ്സിലിരിക്കുന്നത്. പക്ഷെ ആ മാറ്റം പിണറായി വിജയനെ പോലെ ഒരു ഏകാധിപതിയാകാനായിട്ട് ശ്രമിക്കുന്നുവെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിക്കും തകർച്ചയിലേക്ക് വരും. അതൊരിക്കലും ഉണ്ടാകത്തില്ല. കാരണം വിമർശനം ആവശ്യമാണെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മുഖ്യമന്ത്രിയും വിമർശനത്തിൽ നിന്ന് ഒഴിവാകാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് വിമർശനത്തെ സ്വീകരിക്കും. അതിലുപരിയായിട്ട് അദ്ദേഹത്തിന്റെ ആ മുഖത്തെ പുഞ്ചിരിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ രീതിയിൽ നല്ല ഭരണം കാഴ്ചവെക്കും. എന്തായാലും നമ്മൾ മുൻപ് കണ്ടിരുന്ന ഒരു ഭരണാധികാരി, നമ്മളോടൊപ്പം നിന്നിരുന്ന ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരാണ്. കാരണം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. ഇപ്പോൾ ടീം UDF-ഉം അതുപോലെ തന്നെ കേരളത്തിലെ ഓരോ ജനങ്ങളും VD സതീശനിലൂടെ ഒരു ഉമ്മൻചാണ്ടിയെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് എന്തായാലും അദ്ദേഹത്തിന് സാധ്യമാകട്ടെ. ഒരുപാട് എതിർപ്പുകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ട് ഒരു സർക്കാരിനെ രൂപീകരിക്കാൻ VD സതീശന് കഴിഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് കഴിയട്ടെ. മറ്റെല്ലാ വിഭാഗീയതകളും മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക, കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും, പാർട്ടിക്കാർക്കും VD സതീശനോട് പറയാനുള്ളത്.